ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് എത്ര അറിയാത്തവർക്കും ഒരു സിമ്പിളായിട്ട് നോർമൽ പാൻറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. തുണിയെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തു. അതിനുശേഷം മുകളിൽ സീറ്റ് റൗണ്ട് മാർക്ക് ചെയ്തു. അതിൽ നിന്ന് താഴേക്ക് ക്രോച്ച് പോയിന്റ് മാർക്ക് ചെയ്തു. ഷേപ്പിനായിട്ട് ഒരു 2 ഇഞ്ച് സൈഡിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തു കേട്ടോ. താഴെ ബോട്ടത്തിൻ്റെ ഭാഗം എത്രയാണോ നമുക്ക് വേണ്ടത് അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് വരച്ച് ചെരിച്ചൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. വള്ളിയുടെ ഭാഗം ഒരു 2 ഇഞ്ച് വീതിയിൽ, വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൽ നിന്ന് ഒരു 10 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നീളം. അതുപോലെ രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് അളവ് എടുത്തതെന്ന് പറയാം കേട്ടോ. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് എക്സ്ട്രാ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സീറ്റ് റൗണ്ട് 36 ഇഞ്ചാണ് എടുത്തത്. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 9 ഇഞ്ച് കിട്ടി. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് കൊടുത്തു, 1/2 ഇഞ്ച് അലവൻസും കൊടുത്തിട്ട് 11.5 ഇഞ്ചിലാണ് സീറ്റ് റൗണ്ട് മാർക്ക് ചെയ്തത്. അതിൽ നിന്ന് താഴേക്ക് ക്രോച്ച് പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് സീറ്റ് റൗണ്ടിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 12.5 കിട്ടിയത്. അപ്പോൾ ഒരു 13 നമുക്ക് എടുക്കാം. അലവൻസും ചേർത്തിട്ട് 14 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടാണ് ക്രോച്ച് പോയിന്റും മാർക്ക് ചെയ്താണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താണ്. അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യണ്. നല്ല വശങ്ങൾ ഉള്ളിൽ വരുന്ന രീതിയിൽ ക്രോച്ചിൻ്റെ ഭാഗങ്ങൾ വെച്ച് കൊടുത്തിട്ട് ക്രോച്ചിൻ്റെ ഭാഗം 1/2 ഇഞ്ചിൽ മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ഫ്രണ്ടിലോട്ട് വരുന്ന ഭാഗത്ത് ഒരു 3 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താണ്. ആ 3 ഇഞ്ച് വിട്ടിരിക്കുന്നത് ഇതുപോലെ ഒരു 1/4 ഇഞ്ചിൽ ആദ്യം ഒന്ന് മടക്കി വീണ്ടും ഒരു 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വള്ളി ഇട്ട് കൊടുക്കുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം മുകളിൽ ഒരു 1/2 ഇഞ്ചിൽ മടക്കുക അല്ലെങ്കിൽ 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് നമുക്ക് എത്ര വള്ളി ഇടാൻ ഗ്യാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ അതിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ തുണി എടുത്തിരിക്കുന്നത് സാരിയുടെ പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ താഴെ ഭാഗം മടക്കി അടിക്കുകയാണ്. ആദ്യം ഒരു 1/2 ഇഞ്ചിൽ മടക്കി വീണ്ടും ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് അതിൻ്റെ അറ്റത്തൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തു കേട്ടോ. രണ്ട് ഭാഗവും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ താഴെ ഭാഗത്തു നിന്ന് മുകളിലേക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം 1 ഇഞ്ചാണ് നമ്മൾ ലൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ലൂസിൽ നമ്മൾ താഴെ ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. ക്രോച്ചിൻ്റെ ഭാഗത്തുമ്പോൾ 1/2 ഇഞ്ചിലേക്കായിട്ട് അത് കുറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്രോച്ചിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇനി ക്രോച്ചിൻ്റെ അവിടെ നിന്ന് 1/2 ഇഞ്ചിലേക്കായിട്ട് വന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് താഴേക്ക് വരുംതോറും 1 ഇഞ്ചാക്കിയിട്ട് അത് മാറ്റാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്തും അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്കുള്ള വള്ളി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പം മുകൾ ഭാഗത്ത് ഒന്ന് മടക്കി കൊടുക്കുക. സെൻറ്റർ ഭാഗത്തേക്ക് ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്കും മടക്കി കൊടുത്തിട്ട് അതിനൊന്ന് 2ആക്കി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് താഴെ ഭാഗം വരുമ്പോഴും ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വള്ളി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ മുമ്പ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. എന്നിട്ട് ഇതേ വള്ളി ഞാൻ കോർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എത്ര അറിയാത്തവർക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പാൻറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.